ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജനുവരി 21 നടന്ന നമ്മുടെ കേരള സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ ഇന്നലെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളേവരും ആൻസർ കീ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഈ ആൻസർ കീയിൽ തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതിനുള്ളൊരു അവസരവും LBS നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ടൂസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിനി നോക്കാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ആൻസർ കീയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക്, ഏതൊക്കെ ആൻസേഴ്സ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 57. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഇതാണ്: ദ ഓർഡർ ഓഫ് ദി എലമെന്റ് 2 2 ഇൻ ദ ഗ്രൂപ്പ് സെറ്റ് ഫോർ ക്രോസ് സെറ്റ് 6 ഈസ് ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. അപ്പോൾ നമ്മുടെ LBSന്റെ ആൻസർ കീയിൽ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഏത് ആൻസർ ആണ് കറക്റ്റായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓർഡർ ഓഫ് ദി എലമെന്റ്, ഒരു ഗ്രൂപ്പിലെ ഒരു എലമെന്റിന്റെ ഓർഡർ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർഡറിന്റെ ഡെഫിനേഷൻ ഒന്ന് പറയാം. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് ഗാലിയന്റെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്ന ടെക്സ്റ്റിലെ ഡെഫിനേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെഫിനേഷൻ ഇതാണ്: ഓർഡർ ഓഫ് ആൻ എലമെന്റ്, ദ ഓർഡർ ഓഫ് ആൻ എലമെന്റ് G in a group G is the smallest positive integer n such that G raised to n equal to E. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ജിയിലെ ഒരു എലമെന്റ് ആണ് നമ്മുടെ സ്മോൾ ജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ ജി, ഈ എലമെന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ ഇവിടെ എഴുതിയിട്ടുള്ളത്? G raised to n equal to E ആകുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്, ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിറ്റീവ് ആണെങ്കിൽ, അതായത് അഡീഷൻ ആണെങ്കിൽ, അപ്പോൾ ഇൻ അഡിറ്റീവ് നൊട്ടേഷൻ ദിസ് വുഡ് ബി n ഇൻറ്റു ജി ഈക്വൽ ടു 0. അതായത് ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 0 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷൻ ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജിക്ക് ഓർഡർ ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഓപ്പറേഷൻ എന്താ? അഡീഷൻ മോഡിലും അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? n ഇൻറ്റു 2 2 ഈക്വൽ ടു നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ്. ഈ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? 0 0 ആണ് അല്ലേ? 0 0 ആണ് ഈ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് n ഇൻറ്റു 2 2 ഈക്വൽ ടു 0 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജറിനെ വേണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ വൈസ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ A2 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു 2 2 ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 2 2 അപ്പോൾ എന്ത് വരും? നമുക്ക് 4 4 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സെറ്റ് 4 ക്രോസ് സെറ്റ് 6 ആണ്. ഇതിലെ ആദ്യത്തെ എലമെന്റ് ഈ 4 എന്ന് പറയുന്നത് സെറ്റ് 4ലെ ആയിരിക്കും അല്ലേ? ഈ 4 സെറ്റ് 6ലെ ആയിരിക്കും. അപ്പോൾ സെറ്റ് 4ൽ 4 എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? 0 ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 0 എന്ന് എഴുതാം. ഓക്കെ, സെറ്റ് 6ലെ 4നെ 4 തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2 ഇൻറ്റു 2 2 നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 4 എന്നാണ് കിട്ടിയത്. നമുക്ക് എന്ത് കിട്ടണം? 0 0 വേണം കിട്ടാനായിട്ട്. ആ 0 0 കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്ന ആൾ തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ എ തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? അടുത്ത ഓപ്ഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 2 2 നമ്മൾ ചെയ്ത് നോക്കുക. 4 ഇൻറ്റു 2 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് അല്ലേ? 8 സെറ്റ് 4ൽ 8 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാ? സെറ്റ് 4ൽ 8 എന്ന് പറയുന്നത് 0 ഈക്വലാ. അപ്പോൾ ഇതിന് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി അടുത്തത് സെറ്റ് 6ൽ 8. സെറ്റ് 6ലെ 8 എന്തിനോട് ഈക്വലാണ്? 2 ഈക്വലാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും? 0 2 എന്നാണ് കിട്ടുക. അതും നോട്ട് ഈക്വൽ ടു 0 ആണ്, 0 0 ആണ് അല്ലേ? അപ്പോൾ 4 അല്ല അവിടുത്തെ
ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത നമ്പർ നോക്കുക, 6 നമുക്ക് നോക്കാം. 6 ആണ് അടുത്ത ഓപ്ഷൻ. 2 2 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് ഈക്വൽ ടു എന്താണ് വരുന്നത്? അതായത് 12 പിന്നെ വീണ്ടും 12 വരും. അപ്പോൾ സെറ്റ് 4ൽ 12ൻ്റെ വാല്യൂ എന്താണ്? സെറ്റ് 4ൽ 12ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അതുപോലെ തന്നെ സെറ്റ് 6ലും 12ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻറ്റീജർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഡി 8 ആണ് തന്നിട്ടുള്ളത്. 6 ആണോ 8 ആണോ വലുത്? ഇനി ആ 8ലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ എന്നിനെ വേണം. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ എന്നിനെ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒരു ഇൻറ്റീജർ നമുക്ക് കിട്ടി. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ 2ഉം 4ഉം സാറ്റിസ്ഫൈ ചെയ്യില്ല. അടുത്ത ചെറിയ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഏതാ? 6 ആണ് കമ്പയർ ടു 8 അല്ലേ? അപ്പോൾ ഈ 6 ഇത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം 6 ആണ് ഈ 2 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയാം. ഇത് ഒരു രീതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലെങ്കിൽ ഇപ്പോൾ ജനറലി നമ്മളിപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ നമ്മളൊരു സെഡ് എൻ ക്രോസ് സെഡ് എം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? എ എന്ന് പറയുന്നത് സെഡ് എന്നിലെ, ബി എന്ന് പറയുന്നത് സെഡ് എമ്മിലെയാണ്. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് എ ബി നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഓർഡർ ഓഫ് എ ബി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCM കാണും. എന്തിൻ്റെയാണ് LCM? LCM ഓഫ് ഓർഡർ ഓഫ് എ ഓർഡർ ഓഫ് ബി നമ്മൾ കാണും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഓർഡർ ഓഫ് എ ഏതിൽ കാണണം? സെഡ് എന്നിൽ കാണണം. ഓർഡർ ഓഫ് ബി സെഡ് എമ്മിൽ നമുക്ക് കാണണം അല്ലേ? അപ്പോൾ ഇവിടെ 2 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ദിസ് ഇസ് ഈക്വൽ ടു LCM ഓഫ് ഓർഡർ ഓഫ് 2 ഓർഡർ ഓഫ് 2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2വിൻ്റെ സെറ്റ് 4ലുള്ള ഓർഡർ. 2വിൻ്റെ സെറ്റ് 4ലുള്ള ഓർഡർ എന്താണ്? നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് 2 × 2 ആണ് 0 ആവുന്നത് അല്ലേ? അപ്പോൾ 2 ആണ് 2വിൻ്റെ ഓർഡർ. പിന്നെ അടുത്തത് 2വിൻ്റെ സെറ്റ് 6ലെ ഓർഡർ കണ്ടുപിടിക്കണം. അതായത് 2വിൻ്റെ കൂടെ ഏത് ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ്. അതായത് 2 × 3 × 2 ആണ് 0 ആവുന്നത് അല്ലേ? അപ്പോൾ LCM ഓഫ് 2വിൻ്റെ ഓർഡർ സെറ്റ് 4നകത്ത് 2ഉം 2വിൻ്റെ ഓർഡർ സെറ്റ് 6നകത്ത് 3 ആണ്. ഇവരുടെയും LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2വിൻ്റെ 6ൻ്റെയും LCM എന്താ? 2വിൻ്റെ 3യുടെയും LCM എന്ന് പറയുന്നത് 6 ആണ് കിട്ടുക. അപ്പോൾ ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുക? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ LBSൻ്റെ ആൻസർ കീയിൽ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്തായാലും ചലഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് എ നോൺ സ്കെയിലാർ നോൺ ഐഡൻറ്റിറ്റി ഐഡംപൊട്ടൻ മെട്രിക്സ് ഓഫ് ഓർഡർ n greater than or equal to 2, then minimal polynomial of A is option A x into x minus 1, option B x into x plus 1, option C x into 1 minus x, option D x square into 1 plus x. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയിലെ 28ാമത്തെ ചോദ്യവും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലെ 68ാമത്തെ ചോദ്യമാണ്. LBS എന്ന ആൻസർ കീയിൽ റൈറ്റ് ഉത്തരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് തന്നെയാണോ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറയുന്നത് നോൺ സ്കെയിലാർ ആണ്, അതുപോലെ തന്നെ നോൺ ഐഡൻറ്റിറ്റി ആണ്. ഓക്കെ, നോൺ സ്കെയിലാർ ആണ്, സ്കെയിലാർ മെട്രിക്സ് അല്ല, കൂടാതെ എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സും അല്ല. ഇതെന്താണ്? അങ്ങനെയുള്ള ഒരു ഐഡംപൊട്ടൻ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഐഡംപൊട്ടൻ മെട്രിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഐഡംപൊട്ടൻ മെട്രിക്സ് എന്താണ്? ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ഒരു കണ്ടീഷൻ A² = A എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു മെട്രിക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ ഐഡംപൊട്ടൻ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ മിനിമൽ പോളിനോമിയൽ ഒക്കെയാണ് നമ്മുടെ ചോദ്യം. ഇതിലേതാണ് മിനിമൽ പോളിനോമിയൽ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു ഡെഫിനേഷൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. ഓക്കെ, എന്താണ് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്. ലെറ്റ് എ ബി എ മെട്രിക്സ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ബി എ പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് ബി എ പോളിനോമിയൽ
such that f of a equal to 0. ഓക്കെ, എഫ് ഓഫ് എ ഈക്വൽ ടു 0. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൂടാതെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. ആ പോളിനോമിയൽ ഈ ഒരു കണ്ടീഷൻ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോളിനോമിയലിനെ എഫ് ഓഫ് എക്സിനെ എന്ത് പറയാം? എഫ് ഓഫ് എക്സിനെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ഫോർ എ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ഫോർ എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കാര്യമൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ മിനിമൽ പോളിനോമിയലുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ആണ്. ഈ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എ ഐഡംപൊട്ടൻ്റ് ആവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്, അല്ലേ? ഈ എ സ്ക്വയർ ഈക്വൽ ടു എന് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സപ്പോസ് പി ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്ന് വിചാരിക്കുക, എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പി ഓഫ് എ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? പി ഓഫ് എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ എന്നാണ് കിട്ടുക. ഈ എ സ്ക്വയർ മൈനസ് എ എന്താണ്? 0 അല്ലേ? അതായത് നമുക്കിപ്പോൾ എന്താണ് കിട്ടിയിട്ടുള്ളത്? പി ഓഫ് എ ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, പിന്നെ ഇവിടെ ഒരു പി ഓഫ് എക്സ് ഉണ്ട്. ആ പി ഓഫ് എക്സ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ഫോർ എ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ മെട്രിക്സിൻ്റെ, അതായത് ഈ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ മിനിമൽ പോളിനോമിയൽ ഏതൊക്കെയാണെന്ന് പറയാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇതായിരുന്നു ഏത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ് നമ്മുടെ ഈ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എയുടെ എന്ത് പോളിനോമിയൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോസിബിലിറ്റീസ് ആണ് പറയാൻ പോകുന്നത്. പോസിബിലിറ്റീസ് ഓഫ് മിനിമൽ പോളിനോമിയലിന് വരാവുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ നമ്മുടെ ഈ പോളിനോമിയൽ ഇങ്ങനെയും കൂടി നമുക്ക് എഴുതാലോ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നും കൂടി എഴുതാലോ. അപ്പോൾ ഏതൊക്കെയാണ് മിനിമൽ പോളിനോമിയൽ ആകാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേണമെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ, ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി അല്ല ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ എന്ത് മിനിമൽ പോളിനോമിയൽ ആകാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്ടർ എക്സ് ഒരു മിനിമൽ പോളിനോമിയൽ ആകാം. അല്ലെങ്കിൽ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ആകാം. അപ്പോൾ അത് ഏത് മെട്രിക്സ് ആണ് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും ഈ മിനിമൽ പോളിനോമിയൽ ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് 3 പോസിബിലിറ്റിയാണ്. ഏതൊരു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും എന്താണ് അതിന് മിനിമൽ പോളിനോമിയൽ ആകാൻ പോസിബിലിറ്റി ഉള്ളത് ഈ 3 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ എക്സ് ഇൻറ്റു, ഇപ്പം നമുക്ക് ഏതാണോ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ കിട്ടിയത് അത് തന്നെ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1, അല്ലെങ്കിൽ എക്സ് ഇതിൻ്റെ ഒരു ഫാക്ടർ, അല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ഫാക്ടർ എക്സ് മൈനസ് 1. അപ്പോൾ ഇതായിരിക്കും എന്ത് മിനിമൽ പോളിനോമിയൽ ആവാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് നമുക്ക്, ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റുക. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 sin x minus sin 2x divided by x minus sin x is equal to. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് ബിയിലെ 51ാമത്തെ ചോദ്യവും കോഡ് എയിലെ 11ാമത്തെ ചോദ്യമാണ്. നമ്മുടെ LBSന്റെ ആൻസർ പ്രകാരം ബി ആണ് കറക്റ്റ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഓപ്ഷൻ 6 ആയിരുന്നേനെ. എങ്ങനെയായിരുന്നെങ്കിൽ എക്സ് ടെൻസ് ടു 0 ആയിരുന്നു എങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി ആയിരുന്നേനെ കറക്റ്റായിട്ട് വരിക. ഇവിടെ എക്സ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഇതിൽ മേലെ, അതായത് നമ്മുടെ ന്യൂമറേറ്ററിൽ 2 sin x മൈനസ് sin 2x ആണ്. നമുക്കറിയാം sin x sin 2x എന്ന് പറയുന്ന ആളുകളൊക്കെ എന്താണ് ബൗണ്ടഡ് ആണ്, അതായത് മേലെ ബൗണ്ടഡ് ആണ്. താഴെ എക്സ് മൈനസ് sin x എന്നാണ് തന്നിട്ടുള്ളത്. ഈ സംഭവം എന്താണ് അൺബൗണ്ടഡ് ആണ്. അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററുള്ള ആൾ എവിടേക്ക് പോകുള്ളൂ? ഇൻഫിനിറ്റിയിലേക്ക് പോകുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഓക്കെ, എക്സ് 0ലേക്കാണ് പോയിരുന്നുവെങ്കിൽ നമുക്ക് 6 ആൻസർ കിട്ടിയേനെ. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ബൈ എക്സ് 0ലേക്ക് പോകുമ്പോൾ sin 0 2 ഇൻറ്റു sin 0 മൈനസ് sin
2 into 0 divided by 0 minus 0. അതായത് നമുക്ക് 0/0 ഫോമിൽ വരും. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഫൈനലി 6 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരാൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 0 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. In the vector space of polynomial in the variable t, the polynomials x, y, z are defined by x of t is equal to 1 minus t, y of t is equal to t into 1 minus t, and z of t is equal to 1 minus t square. Then for the set B, x set x, y, z, which of the following statement is true? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് ബിയിലെ 66ാമത്തെ ചോദ്യവും കോഡ് എയിലെ 26ാമത്തെ ചോദ്യമാണ്. LBS എന്ന ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ബി ഒരു ബേസിസ് ആണ്, ഈ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബേസിസ് ആകോ ഇല്ലയോ എന്നുള്ളത്. ബേസിസ് ആകണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം, ആ സെറ്റ് സ്പാൻ ചെയ്യുകയും വേണം നമ്മുടെ പി എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ, അല്ലേ? അപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി, വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 1 മൈനസ് ടി, ആൻഡ് സെഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി സ്ക്വയർ. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലീനിയർലി ഡിപെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോകും. അതായത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ 0നോട് ഇക്വേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് C1, C2, C3 എന്ന് പറയുന്ന സ്കെയിലാസിനെ നമ്മൾ ചൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ 0നോട് ഇക്വേറ്റ് ചെയ്തു. C1 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് C2 ഇൻറ്റു വൈ ഓഫ് ടി പ്ലസ് C3 ഇൻറ്റു സെഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ എക്സ് ഓഫ് ടിയുടെയും വൈ ഓഫ് ടിയുടെയും സെഡ് ഓഫ് ടിയുടെയും വാല്യൂ നമ്മൾ കൊടുത്തു. നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഇതാണ്. C1 ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് C2 ഇൻറ്റു ടി ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് C3 ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു 0. എന്നിട്ട് ഇതൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ടിയുടെ ടേമും കോൺസ്റ്റന്റ് ടേമും ടി സ്ക്വയറിൻ്റെ ടേമും ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. കോൺസ്റ്റന്റ് ടേം വരുന്നത് C1 പ്ലസ് C3 ആണ്. പിന്നെ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് മൈനസ് C1 പ്ലസ് C2 ആണ്. ആൻഡ് ടി സ്ക്വയറിൻ്റെ മൈനസ് C2 മൈനസ് C3 ആണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് എല്ലാം ഇതിനോട് ഈക്വൽ ആവണം, 0നോട് ഈക്വൽ ആവണം. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് C1 പ്ലസ് C3 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആവണം, മൈനസ് C1 പ്ലസ് C2 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആവണം, മൈനസ് C2 മൈനസ് C3 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആകണം. എന്നിട്ട് ഞാനിതിനെ മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയേക്കാം. എന്തിനാണ്? പെട്ടെന്ന് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 1 0 1 മൈനസ് 1 1 0 0 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു C1 C2 C3. ഈ C1ൻ്റെയും C2ൻ്റെയും C3ൻ്റെയും വാല്യൂ ആയിരിക്കും നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നത്, അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0 0 0 എന്ന് എഴുതി. ഇനി നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടി ഈ മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. റാങ്ക് ഫുള്ളാണ് നമുക്ക് കിട്ടുന്നത്, നമ്പർ ഓഫ് കോളത്തിനോട് ഈക്വൽ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റോ റിഡക്ഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മെട്രിക്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാണ്. റെഡ്യൂസ് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്നത് 1 0 1 0 0 1 1 0 0 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ റാങ്ക് എന്താണ്? റാങ്ക് എന്ന് പറയുന്ന നമ്പർ ഓഫ് എന്താണ്? ഇങ്ങനെ നമ്മൾ റോ റെഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര നോൺ സീറോ റോസ് ഉണ്ട് അതാണ് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ റാങ്ക് 2 ആണ്, അല്ലേ? അപ്പോൾ റാങ്ക് 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഉത്തരം വരുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾ ഒരിക്കലും ആ ഒരു കളക്ഷൻ ഒരിക്കലും എന്താകില്ല? നമ്മുടെ ബേസിസ് ആകില്ല. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി വരുമോ? ഓപ്ഷൻ സി വരില്ല, ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.